നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു രാജ്യം സമ്പന്നമാണ് അഥവാ വികസിത രാഷ്ട്രമാണ് എന്ന് പറയുന്നതിന് എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഏതൊക്കെയോ വലിയ വലിയ പദ്ധതികളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ന കരാർ സൈൻ ചെയ്യുന്നു, മുഖ്യമന്ത്രി ഇന്ന കരാർ സൈൻ ചെയ്യുന്നു, വലിയ വലിയ രാഷ്ട്രങ്ങളിൽ പോകുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം ചെയ്തിട്ടും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമൊന്നും അതുകൊണ്ട് വരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ആ ഗവൺമെൻറ് ഒരു ജനഹിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണെന്ന് പറയാൻ സാധിക്കുക? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ: സാധാരണക്കാരൻ്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുക, പാചകവാതകത്തിൻ്റെ വില കുറയുക, നമ്മുടെ അനുദിന യാത്രാ സഞ്ചാര മാർഗങ്ങളായ ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും യാത്രാ ടിക്കറ്റുകൾ കുറയുക. ശരിയല്ലേ? അങ്ങനെ സാധാരണക്കാരൻ്റെ ചുമലിലെ ഭാരം കുറഞ്ഞു വരുമ്പോൾ അതൊരു നല്ല ഗവൺമെൻറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനുവേണ്ടി ആം ആദ്മി പാർട്ടിയാണ് നമ്മുടെ മുന്നിൽ ഏക ആശ്രയം. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും നിങ്ങൾ ചൂലടയാളത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു.